എഗ്ലെസ് ഗീ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ ഗീ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയെടുത്ത ഗീയാണ്, അതുകൊണ്ടൊന്നും പേടിക്കാതെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്കതിന് മൈദ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പം 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് നമ്മളിപ്പം 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ടുണ്ട്. മധുരം ഞാൻ കുറച്ച് 1 കപ്പ് എടുത്തില്ല, കുറച്ച് നമുക്ക് കഴിക്കാനായതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി വേണ്ടെന്ന് വിചാരിച്ചിട്ട് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊരു ചെറിയ പുളിയായാലും പുളിയില്ലാത്തായാലും പുളി ഉള്ളതായാലും കുഴപ്പമില്ല, 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് ചെയ്യാം. ഇതിപ്പം വലിയ ഇതായിട്ട് മുട്ടയൊന്നും ബീറ്റ് ചെയ്യുന്ന പോലെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം മിക്സ് ചെയ്തെടുത്താൽ മതി. അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. മൈദ അരിക്കുമ്പോൾ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ അന്നേരം ഇട്ട് കൊടുത്തില്ല, ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഇത് മിക്സായി വന്നിട്ടുണ്ട്. അത്രയും ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഒരു പാനിലോട്ട് 1/2 കപ്പ് നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതുപോലെ തന്നെ 1/2 കപ്പ് തന്നെ നമുക്ക് പാലും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അത് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് മൈദ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണേ. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മൈദ, പക്ഷേ അതിന് കട്ട പോലെ ഇരിക്കും. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പരുവത്തിന് നമ്മളൊരു ട്രേ ദൂരം ബേക്കിംഗ് ട്രേ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സ്ക്വയറിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്നത് നമ്മുടെ ഓവൻ സെറ്റപ്പിലാണ്. അപ്പം ചൂടാകാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചൂടാകാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ബേക്ക് ചെയ്യാം. ഒരു 30 മിനിറ്റ് ഇപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു മീഡിയം അല്ല, സിമ്മിനെക്കാട്ടും ഒരു സ്വല്പം കൂടെ തീ വെച്ച് കൊടുത്താൽ മതി ഫ്ലെയിം. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ സ്ക്വയറിൻ്റെ മുകളിലല്ലേ ഇട്ടത്. അപ്പം ഇച്ചിരി 8 ഇഞ്ചിൻ്റെ ആയതുകൊണ്ട് ഒത്തിരി പൊക്കം നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു പൊക്കത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്കൊന്നും നല്ല പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ട്. നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ആ റൗണ്ടിലായാലും 6 ഇഞ്ചിൻ്റെ റൗണ്ടിലായാലും ഇച്ചിരി പുക കിട്ടി. എന്നാലും കുഴപ്പമില്ല. ഇതിപ്പം ഞാനത് ഇച്ചിരി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നുണ്ട് അതിനകത്ത് ഈ സ്ക്വയറിനകത്ത് ചെയ്തത്. പക്ഷേ നല്ല സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ എഗ്ലെസ് ആയിട്ടുള്ള നമ്മുടെ ഗീ കേക്ക് ഞാനിപ്പം ചെറിയൊരു പീസ് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റുണ്ട് കേട്ടോ. എഗ്ലെസ് ഗീ കേക്ക് നല്ല ടേസ്റ്റുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ചെറിയ 5 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 6 ഇഞ്ചിൻ്റെയോ ഒക്കെ മോൾഡാണെങ്കിൽ കുഴപ്പമില്ല, ഇച്ചിരി പൊക്കം കിട്ടും. എന്നാലും സാധാരണ നമുക്ക് കഴിക്കാൻ പറ്റിയ പൊക്കം ഉണ്ട് ഇത് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഈ വലിയതിനകത്ത് ചെയ്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എഗ്ലെസ് ഗീ കേക്ക് മറ്റൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം.